35-ാം വയസ്സിൽ തോന്നാത്ത ഭയം ഇപ്പോഴുമില്ലെന്നും 5 തവണ തനിക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ നേരിടുന്ന ഭീഷണിയേക്കാൾ വലിയത് നേരിട്ടിട്ടുണ്ടെന്നും അപ്പോഴൊന്നും തോന്നിയിട്ടില്ലാത്ത ഭയം ഇപ്പോഴുമില്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിനുള്ള മറുപടിയായാണ് തൊടുപുഴയിൽ ഗവർണറുടെ പ്രഖ്യാപനം. 35-ാം വയസ്സിൽ തോന്നാത്ത ഭയം 72-ാം വയസ്സിലുണ്ടാകുമോ എന്നും ചോദിച്ചു. ആയുർദൈർഘ്യത്തിന്റെ ദേശീയ ശരാശരി പിന്നിട്ട് കഴിഞ്ഞു. അധികമായി കിട്ടിയ സമയത്താണ് ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഭീഷണിയുണ്ടോ എന്ന ചോദ്യത്തോട് പറയാനുള്ളത്. 5 തവണ തനിക്ക് നേരെ വധശ്രമം നടന്നിട്ടുണ്ട്. 1990-ൽ നടന്ന ഒരു വധശ്രമത്തിൽ തലയ്ക്ക് ഇരുമ്പ് ദണ്ടുകൊണ്ടുള്ള അടിവരെ ഏറ്റതാണ്. 1985, 86, 87 കാലഘട്ടത്തിലായിരുന്നു ശരിക്കുമുള്ള ഭീഷണി നേരിട്ടതെന്നും പറഞ്ഞു. 35-ാം വയസ്സിൽ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചയാളാണ് താനെന്ന് പറഞ്ഞു. ഗവർണർ തൊടുപുഴയിലെത്തിയ സാഹചര്യത്തിൽ ഇടതു യുവജന സംഘടനകൾ വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഗവർണർ പോകുമ്പോഴും പരിപാടി കഴിഞ്ഞ് തിരികെ വരുമ്പോഴും SFI, DYFI, യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും ഗോ ബാക്ക് എന്നെഴുതിയ കറുത്ത ബാനറുമായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. കടുത്ത വാക്കുകളിൽ മുദ്രാവാക്യം മുഴക്കിയെത്തിയവരെ പോലീസ് തടഞ്ഞിരുന്നു. പരിപാടിക്ക് ശേഷം റെസ്റ്റ് ഹൗസിലേക്ക് മടങ്ങുമ്പോൾ ഗവർണർ ഇടയ്ക്ക് വെച്ച് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി ആൾക്കാരെ അഭിവാദ്യം ചെയ്തിരുന്നു. കുട്ടികളെ ചേർത്ത് പിടിക്കുകയും റോഡിലൂടെ നടക്കുകയും ചെയ്തു. അങ്ങനെ പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് തൊടുപുഴയിൽ ഗവർണർ താരമായത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനത്തിനാണ് ഗവർണർ ഇടുക്കിയിലെത്തിയത്. ഭൂനിയമ ഭേദഗതി ബില്ലിൽ 3 തവണ സർക്കാരിനോട് വിശദീകരണം തേടി കത്തയച്ചിട്ടും മറുപടി ലഭിച്ചില്ലെന്നും ചിലർ സമ്മർദ്ദപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും താൻ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ ഇടുക്കിയിലെ ഇടതുമുന്നണി പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമ്പോഴാണ് ഗവർണർ തൊടുപുഴയിലെത്തിയത്. വ്യാപാരികളുടെ ജീവകാരുണ്യ പ്രവർത്തനം മാതൃകാപരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. വ്യാപാരികളെയും വ്യവസായികളെയും സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ വ്യാപാരികൾക്ക് സഹായകമെന്ന് കരുതുന്നു. ലാഭം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ജീവകാരുണ്യവും ഉത്തരവാദിത്വവുമാണെന്ന വ്യാപാരികളുടെ നിലപാട് മാതൃകാപരമാണ്. എത്ര അധികാരം ഉണ്ടെങ്കിലും നിയമം അതിനു മുകളിലാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണെങ്കിലും നിയമം ലംഘിക്കാൻ അധികാരമില്ല. ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ചില മലയാളി വിദ്യാർത്ഥികളെ കണ്ടു. കേരളത്തിലെ വിദ്യാർത്ഥികൾ മികച്ച നിലവാരമുള്ളവരാണ്. 4 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കാൻ 5.5 വർഷമെങ്കിലും എടുക്കുമെന്നാണ് കേരളം വിട്ട് ഡൽഹിയിലേക്ക് വന്നത് എന്തിനെന്ന ചോദ്യത്തിന് വിദ്യാർത്ഥികൾ മറുപടി നൽകിയത്. രാഷ്ട്രീയ സംഘടനകൾ ഹർത്താലും മറ്റും പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഇത്തരക്കാരെ കാണാം. ഹർത്താൽ പ്രഖ്യാപിച്ചതിന്റെ കാരണം അറിയില്ല. താൻ റബ്ബർ സ്റ്റാമ്പല്ലെന്നും കേരളത്തിലെ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുക കൂടിയാണ് തന്റെ കടമയെന്നും ഗവർണർ പറഞ്ഞു. ചിലർ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു. 35-ാം വയസ്സിൽ 5 തവണയാണ് വധഭീഷണി നേരിട്ടത്. ഒരിക്കൽ ആക്രമിച്ചു, തല വെട്ടിപ്പൊളിച്ചിട്ടും തനിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ പോലും പേടിച്ചിട്ടില്ല. പിന്നെന്തിനാണ് 72 വയസ്സിൽ പേടിക്കുന്നതെന്ന് ഗവർണർ ചോദിച്ചു.